വേടന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടി ഹൈക്കോടതി. റാപ്പർ വേടന് ആശ്വാസമാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു. അത് ഇപ്പോൾ തിങ്കളാഴ്ച വരെ നീട്ടിയിരിക്കുകയാണ്. ഇന്ന് ഹർജി പരിഗണിച്ച കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസിന്റെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു നിർണായകമായിട്ടുള്ള പരാമർശം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെ പീഡനമാകും എന്ന ഒരു ചോദ്യമാണ്, ബലാത്സംഗമാകും എന്നൊരു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നും ആ കാര്യങ്ങൾ കോടതി വിശദമായി തന്നെ പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. തെളിവുകളടക്കമുള്ള രേഖകൾ ഹാജരാക്കാൻ ഇരയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ന് കോടതി. ബലാത്സംഗ കേസിൽ വേടൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതി ഈ ഇരയ്ക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തനിക്ക് ഡിപ്രഷൻ ആണെന്നും ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ ഒറ്റപ്പെടുത്തുന്നതായും ഇര വേടൻ അയച്ച വാട്സപ്പ് മെസ്സേജ് അഭിഭാഷകൻ ഹാജരാക്കി. മറ്റ് പെൺകുട്ടികളെയും വിവാഹ വാഗ്ദാനം നൽകിയാണോ പീഡിപ്പിച്ചതെന്ന് പരിശോധിക്കണമെന്നും ഇര ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കേസ് വിശദമായി പരിഗണിക്കാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് വേടൻ എവിടെയെന്ന് ഇതുവരെ അറിയില്ല, ഒളിവിലാണ് എന്നാണ് കരുതുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ വേടന് ആശ്വാസകരമാകുന്ന നടപടി ഇന്നും ഈ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതാണ് വേടൻ നേരിടുന്ന ആരോപണം. വേടൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമാകും വരെയാണ് ഇപ്പോൾ അറസ്റ്റ് പാടില്ല എന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ ജോസഫിൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് ഇന്ന് തിങ്കളാഴ്ച വരെ നീട്ടുകയും ചെയ്തിരിക്കുന്നു. ചൊവ്വാഴ്ചയും ജാമ്യ ഹർജിയിൽ വാദം നീണ്ടിരുന്നു. ചൊവ്വാഴ്ച നടന്ന വാദത്തിൽ പരാതിക്കാരി വേടനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വിവാഹ വാഗ്ദാനം നൽകിയാണ് വേടൻ പീഡിപ്പിച്ചത് എന്നത് ചൂണ്ടിക്കാട്ടി. എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് വേടൻ പോയി എന്നതാണ്. വേടനെതിരെ ഉയർന്ന സമാനമായ പരാതികൾ വീണ്ടും ഇരയുടെ ഭാഗത്ത് നിന്ന് അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഒപ്പം തന്നെ ഈ റിലേഷനിലൂടെ ഉണ്ടായിട്ടുള്ള വേടൻ ഈ വിശ്വാസവഞ്ചന കാണിച്ചതിലൂടെ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, ലൈംഗിക അതിക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന കാര്യം കൂടി ഇര ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ചൊവ്വാഴ്ച വാദത്തിനിടെ കോടതി ഉയർത്തിയ സുപ്രധാനമായ പല ചോദ്യങ്ങൾ അത് ഇരയെ സംബന്ധിച്ച് ഈ ഒരു ആശ്വാസകരമായ സാഹചര്യമല്ല ഉണ്ടായിട്ടുള്ളത്. പരസ്പര സ്നേഹത്തിലായിരുന്ന സമയത്തുണ്ടായ ലൈംഗിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന ഒരു ചോദ്യം കോടതി ചോദിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ, തെളിവുകളൊക്കെ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഇരയുടെ അഭിഭാഷകൻ ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. അത് വിശദമായി പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അത് തിങ്കളാഴ്ച പരിഗണിക്കുന്നതിനായി മാറ്റിയിരിക്കുന്നത്. എന്തായാലും അതുവരെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന സാഹചര്യം റാപ്പർ വേടനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. വേടൻ എവിടെ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഒളിവിൽ എന്നതാണ് ഇന്നും സിറ്റി പോലീസ് കമ്മീഷണർ ചൂണ്ടിക്കാട്ടിയ വിവരം. തങ്ങൾ ഇപ്പോൾ കോടതിയുടെ ഒരു നിർദ്ദേശമുള്ളതിനാൽ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല എന്ന കാര്യം കൂടി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ചൂണ്ടിക്കാട്ടി. എന്തായാലും വേടൻ ഒളിവിൽ തന്നെയാണ്. കോടതിയുടെ നടപടി ഇപ്പോൾ വേടന് ആശ്വാസകരമാണ്. അറസ്റ്റ് ഇനി ഹർജി പരിഗണിച്ച് അതിൽ തീരുമാനമാകുന്നതുവരെ കോടതി തടഞ്ഞിരിക്കുകയാണ്.